പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു വീഡിയോ അല്ല, ഒരു സസ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മൾ ഇടുക്കി ജില്ലയുടെ മലയോര പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവർക്കറിയാം ഈ സസ്യത്തെക്കുറിച്ച്. ഇതൊരു അപൂർവ ഇനത്തിൽപ്പെടുന്ന കട്ടൻപ്ലാവ് എന്നറിയപ്പെടുന്നൊരു സസ്യമാണ്. ഇതാണ് ആ ചെടി. ഇത് സാധാരണ വനങ്ങൾക്കുള്ളിലൊക്കെയാണ് കാണുന്നത്. വനങ്ങളോട് ചേർന്നുള്ള സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ കാണാറുണ്ട്. ഈ സസ്യത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പേര് എന്ന് പറയുന്നത്, ഇവിടെയുള്ള ആദിവാസിവാദിൽപ്പെട്ട സുഹൃത്തുക്കളൊക്കെയാണ് ഇങ്ങനെ ഈ കട്ടൻപ്ലാവ് എന്ന് പറയുന്നത്. അതിനൊരു അപരനാമമുള്ള ആനമൈക്കി എന്നാണ്. ആനമൈക്കി എന്നുള്ള പേര് വരാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഇത് കാട്ടാനയാണെങ്കിൽ പോലും ഇത് കണ്ടു കഴിഞ്ഞാൽ മാറിപ്പോകുമെന്നാണ് പറയുന്നത്. അതിനുപോലും മോലാസ്യം, അതായത് മയക്കം വരുന്ന രീതിയിലുള്ള കട്ട് ഈ സസ്യത്തിന് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഒരു 20 വർഷങ്ങൾക്ക് മുമ്പേ ഇത് കയറി പിടിച്ചിട്ട് ഞാനൊരു ഒരാഴ്ചയോളം പനിച്ച് പറിച്ച് കിടന്നിട്ടുണ്ട്. അത്രയ്ക്കും പൊള്ളലാണ്. ആ പൊള്ളിയ ഭാഗത്ത് പിന്നെ നമുക്ക് വെള്ളം തൊടാനോ ചൂട് വയ്ക്കാനോ ഒന്നും പറ്റില്ല. ഒരാഴ്ചത്തോളം അതങ്ങനെ തിണർത്ത് കിടക്കും. അത് മറ്റ് മെഡിസിൻ ഒന്നും ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ശമിക്കുകയെന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. ഒരാഴ്ച തീക്ഷ്ണമായ വേദനയായിരിക്കും, നമുക്ക് പനിയും പിടിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു തണ്ടൽ പിടിക്കുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. അതിൻ്റെ ഒരു കമ്പ് ഒടിച്ച് ഇതാണ് ഞാൻ ടച്ച് ചെയ്താൽ മതി, അന്നേരം പൊള്ളും. പക്ഷേ ഇതിൻ്റെ കമ്പേ പിടിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഈ നമ്മുടെ വനഭൂമികളൊക്കെ ശേഖരിക്കാൻ പോകുന്ന നമ്മുടെ സുഹൃത്തുക്കൾ, ആദിവാസിവാദിപ്പെട്ടവരൊക്കെ ഇത് എങ്ങനെ മേത്ത് തൊട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കമ്പ് ഒടിച്ചിട്ട് ഇതിനകത്തുള്ള ഈ സ്രവം, ഈ ഞോളപ്പ് അന്നേരം അവിടെ പുരട്ടും. അങ്ങനെ പുരട്ടിക്കഴിഞ്ഞാൽ അതിന് ശമനം കിട്ടും. ഇതിൻ്റെ ശാസ്ത്രീയ നാമമൊന്നും എനിക്കത്ര അറിയത്തില്ല. പക്ഷേ ഇതിന് കട്ടൻപ്ലാവ് അല്ലെങ്കിൽ ആനമൈക്കി എന്നുള്ള അപരനാമമാണ് ഉള്ളത്. ഇത് ഇവിടങ്ങളിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇടുക്കി ജില്ലയിൽ ഈ പ്രദേശങ്ങളിലാണ് ഞാൻ കൂടുതലും കണ്ടിരിക്കുന്നത്. മറ്റെവിടെയെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് അറിയത്തില്ല. ഇതിൻ്റെ ഒരു കമ്പ് ഒടിച്ചെടുത്താണ്. ഇതാണ് ചുവട് വയ്ക്കുന്നത്. ഇങ്ങനെ വയ്ക്കും ചുവട്. ഇത് വനത്തിനോട് ചേർന്നുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ആണ് ഇതിങ്ങനെ കാണുന്നത്. ഒരുപാട് വിശേഷങ്ങളൊക്കെ ഉണ്ട് ഇതിനെക്കുറിച്ച് പറയാനായിട്ട്. നമ്മൾ അത് കൂടുതൽ ഡീറ്റെയിലുകളായിട്ട് പറയുന്നതായിരിക്കും പിന്നീട്. ഇത് കണ്ടിട്ടില്ലാത്തവർക്ക് ഇതായിരിക്കും. ജസ്റ്റ് ഇങ്ങനെ കൈയൊക്കെ കണ്ടു വെച്ച് കഴിഞ്ഞാൽ തന്നെ അവനൊരു അനക്കമൊക്കെ ഉണ്ട്. ടച്ച് ചെയ്താൽ തീർന്നു, അത്രയ്ക്കും പൊള്ളലാണ്. ഓക്കെ.